വളാഞ്ചേരി പൈങ്കണ്ണൂർ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 800-ൽ പരം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും കിഡ്നി അസുഖബാധിതയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. ചടങ്ങ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി പൈങ്കണ്ണൂർ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 800-ൽ പരം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണവും കിഡ്നി അസുഖബാധിതയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. ചടങ്ങ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പൈങ്കണ്ണൂർ പ്രവാസി കൂട്ടായ്മ ഓണനാളിൽ പ്രദേശത്തെ 3 ഡിവിഷനുകളിലുള്ള അർഹരായ ആളുകളെ കണ്ടെത്തി നൽകി വരാറുള്ള ഓണക്കിറ്റ് വിതരണമാണ് ഉത്രാടനാളിൽ പൈങ്കണ്ണൂരിൽ വെച്ച് നടന്നത്. നമുക്കറിയാം, ഈ വർഷത്തെ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു പകിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി കുറച്ചതാണ്. കാരണം വയനാട്ടിലുള്ള സഹോദരന്മാർ ഇന്നും ഈ നിമിഷവും ഒരുപാട് ആളുകൾ മണ്ണിനടിയിലുണ്ട്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കണ്ടെത്തിയവർ തന്നെ ഭാഗ്യവുമായിട്ട് അവയവങ്ങൾ മാത്രം കിട്ടിയ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഒന്നിച്ചൊരു പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ കൂട്ടായ്മ തന്നെ അതുകൊണ്ട് തന്നെ അതിലേക്ക് വലിയൊരു സംഖ്യ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ചികിത്സ നടക്കുന്ന ഒരു സഹോദരന് ചെറിയ സഹായവും മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ 20-ാം ഡിവിഷനിൽ താമസിക്കുന്ന കിഡ്നി അസുഖബാധിതയായ പെൺകുട്ടിയുടെ ചികിത്സയിലേക്കുള്ള ധനസഹായവും കുടുംബത്തിന് കൈമാറി. മുൻ വളാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൗൺസിലർ ഉമ്മു ഹബീബ അധ്യക്ഷയായിരുന്നു. ചെഗുവേര കൾച്ചറൽ ഫോറം ചെയർമാൻ വെസ്റ്റേൺ പ്രഭാകരൻ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ ചെറിയൊരു കൂട്ടായ്മ എന്ന് വേണം പറയാൻ, ചെറിയ പ്രദേശത്തുള്ള പ്രവാസി കൂട്ടായ്മയാണ്. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ വർഷം 1000-ലധികം കിറ്റുകളാണ് വിതരണം ചെയ്തത് എന്നത്. ഇവരെ അധ്വാനത്തിന്റെ ചെറിയൊരു ശതമാനം മാറ്റിവെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. TP ഇക്ബാൽ പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കുമ്മിൽ ഗോവിന്ദൻ നന്ദി പറയുകയും ചെയ്തു. മണി, ഷുക്കൂർ, മഹേഷ്, സക്കീർ, ഇബ്രാഹിം, മുത്തു, മണികണ്ഠൻ തുടങ്ങിയവർ ഓണക്കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.